Dear friends, welcome back to VKP Commerce Education. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ ഓർ നോമിനൽ വാല്യൂ എന്നുള്ള കൺസെപ്റ്റാണ്. സാധാരണയായിട്ട് 3 തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം: ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയയാണ്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ പഠിക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ മീൻസ് shares issued at face value or nominal value of shares, or when shares are issued at a price equal to their nominal value, it is called issue of shares at par. അതായത് നോമിനൽ വാല്യൂവിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ, അതിൻ്റെ നോമിനൽ വാല്യൂ ₹10 രൂപയാണ്. അത് 10 രൂപയ്ക്ക് തന്നെ വിൽക്കുകയാണ് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയാം. ഇവിടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കേസ് തന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹20 lakh ഡിവൈഡഡ് ഇൻറ്റു 20,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ ശ്രദ്ധിച്ചുകൂടാ, 100 രൂപ ഷെയറിൻ്റെ വിലയുള്ള 20,000 ഷെയർ, ടോട്ടൽ വാല്യൂ 20 ലക്ഷം രൂപ. ഓക്കെ, ദ കമ്പനി ഇഷ്യൂഡ്, അതിൽ കമ്പനിക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 10,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാർ. പാർ മീൻസ് എത്രയാണോ അതിൻ്റെ ഫേസ് വാല്യൂ, അതേ ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ ₹100 ആണ്. അതേ ₹100 തന്നെയാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് വിത്ത് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റ് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ₹20 ഓൺ അപ്ലിക്കേഷൻ, ₹30 on allotment and ₹20 on first call and ₹30 on final call. 4 ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് അപ്ലിക്കേഷൻ മണി ₹20, 30 on allotment, 20 on first call, അതുപോലെ തന്നെ 30 on final call. മൊത്തം ആഡ് ചെയ്ത് നോക്കുക. 20, 30, 50, 50, 20, 70, 30, 100 രൂപ. അപ്പോൾ ഫേസ് വാല്യൂ 100 രൂപയ്ക്ക് ഉള്ള ഷെയർ. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നോമിനൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 ലക്ഷമായിരുന്നു. കമ്പനി പക്ഷേ അത് മുഴുവനായിട്ട് ഇഷ്യൂ ചെയ്യപ്പെടുന്നില്ല. 20 ലക്ഷം എന്ന് പറയുന്നത് 20,000 ഷെയറാണ് 100 രൂപയുടെ. അതിൽ 10,000 ഷെയർ മാത്രമേ കമ്പനി ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നുള്ളൂ. വ്യത്യസ്തമായ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ബാങ്കിൽ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യണം. അപ്ലിക്കേഷൻ മണി എങ്ങനെയാണ് വരുന്നത്? 10,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ₹20 ആണ് അതിൻ്റെ അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി 20 വെച്ചിട്ട് എന്ത് വരും? 10,000 ഇൻറ്റു 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും? ₹2 lakh എന്നുള്ള എമൗണ്ട് നമുക്ക് അവിടെ കിട്ടും. അപ്ലിക്കേഷൻ മണി ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ആയിട്ട് അതിൻ്റെ നരേഷനായിട്ട് നമ്മൾ എഴുതേണ്ടത് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫോർ 10,000 ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു 20 എന്നുള്ളത് യൂസ് ചെയ്യാം. ദെൻ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ അപ്ലിക്കേഷൻ മണി, അതായത് നിലവിൽ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ₹2 lakh. ദെൻ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കണം. ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു, അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്നു, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്നു, ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു, ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു. ഈ ഒരു ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് ട്രാൻസാക്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു തീർക്കാവുന്നതാണ്. അപ്പോൾ ഇനി എന്താണ്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവാൻ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുമ്പോൾ ശ്രദ്ധിക്കുക, 30 രൂപയാണ് അലോട്ട്മെൻറ്റ് മണി വരുന്നത്. അപ്പോൾ 10,000 ഇൻറ്റു 30 വരും. 10,000 ഇൻറ്റു 30 വരുമ്പോൾ ₹3 lakh എന്ത് ചെയ്യും? ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റ് മണിയായിട്ട് ഡ്യൂ ആവും. ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുമ്പോൾ ജനറൽ എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് എന്നുള്ള ജനറൽ എൻട്രി കഴിയും. ഇനി എന്ത് ചെയ്യണം? ബാങ്കിൽ ആ എമൗണ്ട് റിസീവ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ₹3 lakh. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകണം. അപ്പോൾ ആ ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒഴുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, അതിനുശേഷം അത് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അതിനുശേഷം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കി, അലോട്ട്മെൻറ്റ് മണി ബാങ്ക് റിസീവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് കോൾ
ഡ്യൂ ആക്കണം. ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുന്നത് ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് ₹20 ആണെന്ന് മനസ്സിലാക്കി. ദെൻ ഫസ്റ്റ് കോൾ 10,000 ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു 2 lakh rupees നമ്മൾ എന്ത് ചെയ്യുകയാണ് ഷെയർ ക്യാപിറ്റലിലോട്ട് വെക്കുന്ന രൂപത്തിൽ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അലോട്ട്മെൻറ്റ് അതിൻ്റെ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയിട്ടുണ്ട്. ഇവിടെ നരേഷനിൽ ചെറിയൊരു പിശക് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കിക്കൊള്ളുക. ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഫോർ 10,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ₹20. ഓക്കെ, 2 ലക്ഷം രൂപയുടെ ഷെയർ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബാങ്കിൽ ആ ഒരു ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യണം. ബാങ്കിൽ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നുള്ള ജനറൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പോൾ നിലവിൽ ഡ്യൂ ആയിട്ടുള്ള ₹2 lakh മുഴുവനായിട്ടും റിസീവ് ചെയ്യുകയാണ്. 10,000 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു ₹2 lakh. ഓക്കെ, 2 lakh rupees റിസീവ് ചെയ്തു. ഇനി എന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആക്കാനുള്ള ജനറൽ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത് ₹30 ആണ്. അതുകൊണ്ട് തന്നെ 10,000 ഇൻറ്റു 30 എന്ന് വരും. 10,000 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 3 lakh rupees എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ഫൈനൽ കോൾ ആയിട്ട് ഡ്യൂ ആവുന്നുണ്ട്. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ₹3 lakh. ഇനി എന്ത് ചെയ്യണം സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ബാങ്കിൽ റിസീവ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ₹3 lakh. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് തീർക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഇഷ്യൂഡ് അറ്റ് പാർ പ്രകാരം ബാങ്കിൽ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് റിസീവ് ചെയ്യുന്നു. അപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കണം. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കിയതിനു ശേഷം ബാങ്കിൽ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് കോൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് സെക്കൻഡ് കോളിനും തുടർച്ചയായിട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഷെയർ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഷെയർ അലോട്ട്മെൻറ്റ്, ഷെയർ ഫസ്റ്റ് കോള്, ഷെയർ സെക്കൻഡ് കോള് തുടങ്ങിയിട്ടുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യുക. ഒരു ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ള എന്താണ് ആദ്യം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലോട്ട് പോവാം. ഷെയർ അപ്ലിക്കേഷൻ എവിടെ കാണുമെന്ന് നോക്കുക. ഇത് ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ വരുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. അവിടെ എന്ത് ചെയ്യണം ഷെയർ അപ്ലിക്കേഷനെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഷെയർ അപ്ലിക്കേഷനെ ക്രെഡിറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ എമൗണ്ട് ₹2 lakh ആണ്. ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലോട്ട് വരുന്നു. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് വരും ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ബാങ്ക് വരുന്നു ₹2 lakh. ദെൻ അടുത്ത് നോക്കുക ഇനി എവിടെയാണ് നമ്മുടെ ഷെയർ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എൻട്രി ഉള്ളത് നോക്കുക. ഷെയർ അപ്ലിക്കേഷൻ രണ്ടാമത്തെ ജനറൽ എൻട്രിയിലുണ്ട് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താണ് ₹2 lakh. അതുകൊണ്ട് എന്ത് ചെയ്യാം നേരെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലോട്ട് പോവുക. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു ₹2 lakh. ഓക്കെ, അപ്പോൾ അതുവഴി എന്ത് ചെയ്തു ആ ഒരു ലെഡ്ജറിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഒരു ലെഡ്ജർ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഫില്ലായി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഷെയർ അലോട്ട്മെൻറ്റും ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടും സെക്കൻഡ് കോൾ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ട കാര്യം 10,000 ഇക്വിറ്റി ഷെയർസ് ഒരു ഷെയറിൻ്റെ വില 100 രൂപ വെച്ചിട്ട് 10 lakh rupeesൻ്റെ ഷെയർ ക്യാപിറ്റൽ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.